ഇന്നത്തെ സ്കിൻ കെയർ ടിപ്സിന് വേണ്ടി ഇന്ന് നമ്മൾ 5 സ്കിൻ കെയർ ടിപ്സ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാം തന്നെ കാണിക്കാം. ഫസ്റ്റ് സാൻഡൽവുഡാണ്, ദെൻ റോസ് ഫ്ലവർ, ഇത് വന്നിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ആണ്, ടൊമാറ്റോ, ഇത് പുളിയാണ്, ഇത് ഞാൻ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. ഓക്കെ, ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂർ കുതിർത്തതാണ്. പിന്നെ ഇത് വന്നിട്ട് ബേ ലീവ്സ് ആണ്. ഇതിനെന്താ പറയുക, ബേ ലീവ്സിന് എനിക്കറിയില്ല, ബിരിയാണിയിൽ ഇടുന്ന ഇലയെന്നാണ് എനിക്കറിയത്തുള്ളൂ. പിന്നെ കോൺഫ്ലോർ ഉണ്ട്, കുറച്ച് ഹണിയുണ്ട്, ഇത് ഫ്ലാക്സ് സീഡ് ജെല്ലാണ്, അതെങ്ങനെ എടുത്തതെന്ന് ഞാൻ കാണിക്കാം. ലൈമുണ്ട്, പിന്നെ ആൽമണ്ട് ഓയിലുണ്ട്, ആസ് യൂഷ്വൽ എൻ്റെ ബ്രഷ് ഉണ്ട്, ഇത് മിക്സ് ചെയ്യാനായിട്ടൊരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിൽ 5 പാക്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിടണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഓരോ പാക്കും 15 ഡേയ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് പറയുക. കുറേ ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന എല്ലാവരും ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ തന്നെയും ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, എന്നോട് ചോദിച്ച് എൻ്റെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല. ഇപ്പോൾ ബേ ലീവ്സിൻ്റെ ബെനിഫിറ്റ്സ് സ്കിന്നിന് എന്താണ് എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതൊക്കെ ആൻറ്റി ഏജിങ്ങും ആക്നെ പ്രൂഫും സ്കിൻ ഗ്ലോയും സ്കിൻ വൈറ്റനിങ്ങും കൂടിയാണ്. ഓക്കെ, സോ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാൻ നോക്കാം. നിങ്ങൾ ഇതിൻ്റെ എല്ലാം തന്നെ ബെനിഫിറ്റ്സ് സ്കിന്നിന് എന്താണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, സോ അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങനെ പലതാണ്. ഓക്കെ, സോ അതിൻ്റെ ബെനിഫിറ്റ്സ് ടു ദ സ്കിൻ എന്താണെന്ന് നോക്കിയാൽ നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒന്നുകിൽ മലയാളം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കാണാൻ പറ്റും. നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത്, ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ടൊമാറ്റോ ഉണ്ട്, ഇതിനകത്ത് ഫ്ലാക്സ് സീഡ് ജെല്ലുണ്ട്, പിന്നെ ഇതിനകത്ത് കോക്കനട്ട് ഓയിലുണ്ട്, ഇതിനകത്ത് കുറച്ച് ഹണിയുണ്ട്. ഓക്കെ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നിച്ച് ചേർത്ത് എങ്ങനെയാണ് നമുക്ക് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോവും നമ്മുടെ ടൊമാറ്റോയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് ഈ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. 1 സ്പൂൺ കോൺഫ്ലോർ മതിയാവും. ഞാൻ ഒരാൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, 1 സ്പൂൺ കോൺഫ്ലോർ ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ അത് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്ത് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കണം. ഫ്ലെയിം ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ ഫ്ലെയിമിൽ വെക്കാതെ സിമ്മിലാക്കുക. കെട്ടുപോയി. ഓക്കെ, സിമ്മിലാക്കിയിട്ട് നമ്മുടെ കോൺഫ്ലോർ കലക്കിയത് വെക്കുക. എന്നിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ കട്ടയാവും. ഇളക്കി കൊടുത്ത് കുറുകി ഇതിനെ ഒരു നമ്മുടെ ഫേസിലിടുന്ന ക്രീം പോലെ ആകും ഇത് പെട്ടെന്ന് തന്നെ. അപ്പോൾ നിർത്തുക. ഓക്കെ, കാണാം ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഓഫാക്കുക. ഈ കോൺ സ്റ്റാർച്ച് ആക്ച്വലി ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് തരുന്ന ഒരു സാധനമായിട്ട് കേട്ടോ സ്കിന്നിന്. ഞാൻ അടുപ്പേന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റട്ടെ. കോൺ സ്റ്റാർച്ച് നമുക്ക് വേണ്ട പരുവത്തിൽ ക്രീമാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന, ചില പൊട്ടറ്റോ അരഞ്ഞിട്ടില്ല, അരഞ്ഞ ഭാഗം മാത്രം എടുക്കുക. ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക. ഓക്കെ, ഇത്ര മതിയാകും നമുക്ക് ഒരാളുടെ ഫേസിലേക്ക്. നിങ്ങൾക്ക് ഒത്തിരി പേര് ചേർന്ന് ഇടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങ് കൂട്ടിയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് അടുത്തത് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. ഇത്ര മതിയാവും കോക്കനട്ട് ഓയിൽ, ഇത്ര തന്നെ വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി കോക്കനട്ട് ഓയിൽ. കുറച്ച് ഹണി ഒഴിക്കാം. അതേസമയം കോക്കനട്ട് ഓയിലും ഹണിയും ഒക്കെ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. സോ നമുക്കിത് ബ്രഷ് വെച്ച് മിക്സ് ചെയ്യാം. ആസ് യൂഷ്വൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാനൊരു ബ്രഷ് വെച്ചിട്ടുണ്ട്. ഈ ബ്രഷ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വാം വാട്ടറിൽ എന്തെങ്കിലും ഫേസ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലോഷനോ ബോഡി ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കപ്പുകളും പ്ലേറ്റുകളും ഈ സാധനമില്ലേ, ഈ ബ്രഷും മീഡിയം എല്ലാം തന്നെ നീറ്റാണ്, ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തണം. സോ ഇത് ഫേസിലിടുക, 15 ദിവസം
കണ്ടിന്യൂസ് ആയിട്ട് ഫേസിലിടുക. ഫേസിലിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കടലമാവോ റൈസ് ഫ്ലോറോ എന്തെങ്കിലും അല്ലേ നിങ്ങൾക്കതൊന്നും ഇല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇതെല്ലാം ഞാൻ 5 പാക്ക് കാണിക്കുന്നതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഇതെൻ്റെ കയ്യിലാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത്. ഫേസിലിട്ട് കാണിക്കാൻ 5 പാക്കും കൂടെ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിത് ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, കൈയിൻ്റെ ചിലരുടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കറുത്ത് വരില്ലേ, സൺ ടാൻ കൊണ്ട് എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ കൈയിൻ്റെ ഇവിടെയൊക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. സോ എനിക്ക് ഈ ഒരു ഭാഗം ഒക്കെ ഇങ്ങനെ ബ്ലാക്കായി വരും. ഞാൻ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇട്ടാണ് എൻ്റെ കൈ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു കയ്യിലിട്ട് കഴിഞ്ഞാൽ ശരിയാകുമെന്ന്. ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന എല്ലാ പാക്കുകളും റിങ്കിൾസും ആൻറ്റി ഏജിങ്ങും ഒക്കെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഫേസിന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് എവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നു, എവിടെയൊക്കെ നിങ്ങൾക്ക് വേണമോ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. നോട്ട് ഇൻ ദ പ്രൈവറ്റ് ഏരിയ. ഓക്കെ, അതും ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെയൊന്നും പോയി ചെയ്ത് കളഞ്ഞേക്കില്ലേ. അതൊക്കെ ജനറ്റിക്കായിട്ട് നമുക്ക് ബൈ ബർത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അതൊന്നും അല്ലാതെ സ്കിൻ കെയർ വേണം എന്ന് നമ്മൾക്ക് തോന്നുന്ന ഭാഗം, നമുക്ക് വേണ്ട ഭാഗം, അതായത് കൈ, കാല്, ഫേസ്, കഴുത്ത്, ബാക്ക്, നെക്ക്, അങ്ങനത്തെ ഷോൾഡർ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മാത്രമേ ഇതൊക്കെ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രൈവറ്റ് ഏരിയയിലും പ്രൈവറ്റ് പാർട്ടിലും പോയി അപ്ലൈ ചെയ്ത് മണ്ടത്തരം കാണിക്കരുത്. ഓക്കെ, സോ ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കാം. സോ ഇതൊരു തിൻ പാക്കാണ് കേട്ടോ. നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലെ എന്തെങ്കിലും മീഡിയം ഒക്കെ നിങ്ങൾ ബ്രഷ് ഞാൻ പറയുന്ന വെച്ചിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഹൈജീൻ ആയിരിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഉറപ്പായിട്ടും ഡയറ്റ് ശ്രദ്ധിക്കണം. ഡയറ്റിലൊന്നും ഉൾപ്പെടുത്താതെ സ്കിൻ കെയർ മാത്രം ചെയ്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഫെയർ സ്കിന്നോ ഗ്ലോയിങ് സ്കിന്നോ ഒന്നും കിട്ടൂല. ഇതൊക്കെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനുള്ള, ഫെയർനെസ്, നിങ്ങളുടെ മാക്സിമം ഫെയർനെസ് കിട്ടാനുള്ള ഒരു പായ്ക്കും കൂടാണ്. ഓക്കെ, പിന്നെ ഡെർമറ്റോളജി നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ആകുമ്പം ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം സ്കിൻ എൻലാർജ് ആകുന്ന ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിലെ. സോ നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് റിങ്കിൾസ് വരും. ഓക്കെ, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ശരിയാകും. സഡൻ റെഡ്യൂസ് ഓഫ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതായത് നിറയെ വെള്ളം കുടിക്കുക, ബെറീസ് പോലത്തെ ഫ്രൂട്ട്സ് കഴിക്കുക, വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുക, വൈറ്റമിൻ എ നിറയെ എടുക്കുക. അതൊക്കെ എന്തൊക്കെ സാധനത്തിലാണ് ഈസിലി മാർക്കറ്റിൽ അവൈലബിൾ എന്നുള്ളത് കണ്ട് അറിഞ്ഞ് വാങ്ങിക്കണം, വാങ്ങിച്ച് കഴിക്കാൻ നോക്കണം. ഹൈ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ക്യാബേജ് കിട്ടും, ക്യാരറ്റ് കിട്ടും, ബീട്രൂട്ട് കിട്ടും. ഇതൊക്കെയും തന്നെ ഒരു ലൈം ജ്യൂസിൽ ബീട്രൂട്ടിൻ്റെ കുറച്ച് ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനകത്ത് കുറച്ച് ജീരകം പൊടിച്ചിട്ട്, അജ്വൈൻ പൊടിച്ചിട്ട്, അജ്വൈൻ മലയാളത്തിൽ എന്താ പറയുക, അയമോദകം പൊടിച്ചിട്ട്, ഷുഗർ ഇല്ലാതെ, നിങ്ങൾക്ക് ഷുഗർ പ്രോബ്ലം ഇല്ല, നിങ്ങൾ സ്ലിം ആണെങ്കിൽ ഷുഗറോ സോൾട്ടോ ഒക്കെ ഇട്ടിട്ട്, റോക്ക് സോൾട്ടോ ബ്ലാക്ക് സോൾട്ടോ ഒക്കെ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, പായ്ക്കിലേക്ക് വരാം. ഇതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂക്ക് വാം വാട്ടറിൽ കഴുകിയിട്ട്, ഞാൻ പറയുന്നത് ലൂക്ക് വാം വാട്ടർ എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ അല്ല, വാം വാട്ടറിൽ കഴുകിയിട്ട് ഉടനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് പോസ് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു വഴിയുമില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞ എടുത്ത ഇൻ്റർവ്യൂവിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഓപ്പൺ പോസ് ഒരിക്കലും ക്ലോസ് ആവത്തില്ല, നമുക്ക് ഷ്രിങ്ക് ആക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പാക്ക്, ഞാൻ ഈ പറയുന്ന 5 പാക്കുകളും ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞ എല്ലാ 5 പാക്കുകളും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ടൈറ്റിൽ ഇടുമ്പോൾ എനിക്ക് ഒരു ടൈറ്റിലേ ഇടാൻ പറ്റുള്ളൂ, കാരണം അതാണ് എനിക്ക് കൺവീനിയൻറ്റ്. പക്ഷേ വീഡിയോ പറയുമ്പോൾ ഞാൻ വീഡിയോയിലെല്ലാം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, പിന്നെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നു ഈ പായ്ക്ക് എനിക്കിടാൻ പറ്റില്ല, അങ്ങനെ ഇന്ന ആൾ പോയി ഇന്ന പായ്ക്ക് ഇടണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഓർഗാനിക്കായിട്ട്, നാച്ചുറലായിട്ട്, ഹെർബലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനിത് ഇട്ട് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറയുന്നത്. ഞാൻ എല്ലാ 15 ഡേയ്സും എൻ്റെ പായ്ക്കുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഓരോരോ ഇൻഗ്രീഡിയൻസിലും പല വിറ്റമിൻസും പല പ്രോപ്പർട്ടീസുമാണുള്ളത്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഏജിനെ നമുക്ക് കുറച്ചൊന്ന് നിലനിർത്താൻ പറ്റുകയുള്ളൂ. നമുക്ക് ലേഡി മമ്മൂട്ടിയൊക്കെ ആകാൻ പറ്റും. ഓക്കെ, എനിക്ക് ജോക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് ഓർമ്മ വന്നൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അതുപോലെ ബ്ലാക്ക് സ്പോട്ടില്ലേ ചിലരുടെ സ്കിന്നിൽ
മറുകുകൾ വരും, ബ്ലാക്ക് സ്പോട്ട്സ് നിറയെ കാണും. ആ ബ്ലാക്ക് മാർക്കിനെ സ്പോട്ടിനെയൊക്കെ നമ്മൾ എക്സ്പോഷർ ടു ദ സൺ ആയതുകൊണ്ടാണ് ഈ ബ്ലാക്ക് മാർക്കും മറുകുകളും സ്പോട്ടുകളും എല്ലാം നമുക്ക് വരുന്നത്. ആ വരുന്നതിനെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെ കളയാനായിട്ട് ഈ പാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൈ കഴുകി കഴിഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ ഫേസിൽ 15 days അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, എവറി 15 days ഞാൻ എൻ്റെ പാക്ക് മാറ്റാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസുള്ള എല്ലാ ഗുഡ് പ്രോപ്പർട്ടീസും എൻ്റെ സ്കിന്നിന് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തും ചോദിക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തും ഈ ഓൾ ഇൻഗ്രീഡിയൻസിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയൂ. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് നമുക്ക് വേണ്ട സ്കിൻ ഗ്ലോയിങ് ടിപ്പിലേക്ക് നമുക്ക് വേണ്ടത് ലൈമാണ്, പിന്നെ ഹണി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നോക്കാം. ഞാൻ കാണിക്കാം എങ്ങനെ മിക്സ് ചെയ്യുന്ന. കുറച്ച് ലൈം ജ്യൂസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ഹണി ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് ആക്ച്വലി നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങളുടെ ഫേസിനെ ഫെയർ ആക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആക്നെ ഉണ്ടെങ്കിൽ അതിനും ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഹണിയും ലൈമും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിലിടുക. 15 minutes കഴിഞ്ഞിട്ട് കഴുകി കളയുക. ഒരു 30 days കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. നിങ്ങൾ വാഷ് ചെയ്യുമ്പം ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വീണ്ടും നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക, വീണ്ടും ഒരു പ്രാവശ്യം ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യുക, വീണ്ടും നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ഇത് ആക്ച്വലി നിങ്ങളുടെ അങ്ങനെ ആ വാഷ് ചെയ്യുന്ന ടെക്നിക് ഇസ് വെരി ഗുഡ് ഫോർ ട്രീറ്റിംഗ് ആക്നെ. അറ്റ് ദ സെയിം ടൈം ഈ ഒരു പാക്കില്ലേ, ഈ ഹണി ആൻഡ് ലൈം, ദിസ് ഇസ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ ഗ്ലോ ആൻഡ് എവറിത്തിങ്. യു വിൽ ഷൈൻ ലൈക്ക് എ സ്റ്റാർ. ഇപ്പോൾ ഞാൻ ഫേസിന് പകരം കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് ഇത് കുറച്ച് സ്റ്റിക്കി ആവും കുറച്ച് നേരം കഴിയുമ്പോൾ. അത് പേടിക്കണ്ട, അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ്. നിങ്ങളുടെ ലിപ്സിലും കൂടെ അപ്ലൈ ചെയ്തോളൂ, ലിപ്സിൻ്റെ ടാൻ മാറാനും. കുറച്ച് എന്താ പറയുന്നത്, ദിസ് ഈസ് ഹെൽപ്പിംഗ് യു ടു ഗെറ്റ് റിഡ് ഓഫ് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ആൻഡ് മെലാസ്മ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, നമ്മളുടെ സ്കിൻ ബ്ലാക്ക് ആകുക, പിന്നെ സൺ ഡാമേജ് കാണത്തില്ലേ, സൺ ടാൻ, ആ ടാൻ റിമൂവ് ഒക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് സൊല്യൂഷനാണ് ഇത്. ഞാനൊക്കെ ഒരു 16 years മുതൽ ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ആക്ച്വലി എൻ്റെ ഫാമിലിയിൽ താങ്ക്സ് ടു ഹെർ ആയുർവേദ ഡോക്ടർ ഒരു ആളുണ്ട്, എൻ്റെ ക്ലോസ് റിലേറ്റീവ് ആണ്. സോ പുള്ളിക്കാരി പറഞ്ഞു തന്ന ഒരു ടിപ്പാണ്. ആ സമയത്തൊക്കെ ആക്നെ കൊണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ടിപ്പാണിത്. ഇത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ദിസ് ഇസ് വെരി ഗുഡ് ഫോർ അവർ സ്കിൻ ഗ്ലോ ആൻഡ് ഫെയർനെസ് ആൻഡ് എവറിത്തിങ്. ഇറ്റ്സ് ഇസ് വെരി ഗുഡ്. ജസ്റ്റ് ട്രൈ 15 days. Definitely you will continue this. നെക്സ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് വേണ്ടത് ബേ ലീവ്സ് ആണ്. എനിക്ക് ബേ ലീവ്സിന് എന്താ മലയാളത്തിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, കറുവപ്പട്ടയുടെ ഇലയാണെന്ന് തോന്നുന്നു. പിന്നെ അടുത്തതായിട്ട് ആൽമണ്ട് ഓയിലാണ്. ഇത് ആൽമണ്ട് ഓയിൽ എവിടെ? ആൽമണ്ട് ഓയിലാണ്. പിന്നെ വേണ്ടത് കോൺ സ്റ്റാർച്ചാണ്. ഓക്കെ, ഇത് മൂന്നും കൂടെ എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം ബോയിൽ ചെയ്യുമ്പോൾ ആ വെള്ളം ഹാഫ് ഓഫ് ദ എമൗണ്ട് ആവും. അപ്പോൾ 1 cup വാട്ടർ ഞാൻ ഇട്ടിട്ടുണ്ട്. 1 cupനെ ഒരു 1/4 cup ആക്കണം. അപ്പോഴേക്കും ആ ബേ ലീഫിലുള്ള എല്ലാ വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം തന്നെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ബേ ലീഫ് ഇട്ട് ബോയിൽ ചെയ്ത വെള്ളം ലാസ്റ്റ് ഈ ഒരു കളറിലാണ് വരിക. ആ ബേ ലീഫിൻ്റെ കളർ നിൽക്കണം. ഇതും നമുക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ കോൺ സ്റ്റാർച്ചിൻ്റെ പേസ്റ്റ്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, ഇത് കോൺ സ്റ്റാർച്ചിൻ്റെ പേസ്റ്റാണ്, നമ്മൾ മുന്നേ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇതിനകത്തോട്ട് കുറച്ച് ആൽമണ്ട് ഓയിൽ, ഒരു 2-3 തുള്ളി മതിയാവും. ഇത് ശരിക്കും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് കേട്ടോ, റിങ്കിളിനെ എല്ലാം മാറ്റുന്ന. സൺ ബേ ലീഫ് കൂടെ അത് തന്നെയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് ഫുള്ള്, കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനത് എപ്പോഴും പറയാൻ മറന്നു പോകുന്നത്, ഞാൻ ചെയ്യുന്ന കാരണം നിങ്ങളും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ കഴുത്തിൽ റിങ്കിൾസ് വരും. കഴുത്തിലാണ് ഏറ്റവും പെട്ടെന്ന് ഏജിങ് ആകുന്ന ഒരു സ്ഥലം. ഇത് നല്ലതായിട്ട് നമ്മുടെ സ്കിൻ ഫെയർ ആകും.
അതേസമയം ഗ്ലോ ആകും. ബ്ലാക്ക് മാർക്ക് എപ്പോഴും പറയുന്ന പോലെ എല്ലാം മാറാനായിട്ട് ഒരു ഇതാണ്. നമുക്ക് ഞാൻ ഇട്ട് കാണിക്കാം എങ്ങനെ ഇടുന്നതെന്ന്. ഇട്ടിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ പറയുന്ന പോലെ തന്നെ ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യുക. ഓയിൽ ഇട്ടിട്ടുള്ളത് തന്നെ ലൂക്ക് വാം വാട്ടറിൽ തന്നെ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടുക. ഓക്കെ, നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും. ഓക്കെ, നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഓക്കെ, വി ക്യാൻ അപ്ലൈ നൗ. സോ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ്സ് വയ്ക്കണം കേട്ടോ. ഓയിലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഞാൻ ഡോക്ടറെ അടുത്ത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾ എന്ത് ഹെയർ ഡൈ പോലും നമ്മുടെ സ്കിന്നിലേക്ക് സ്കാൽപ്പിലിരുന്ന് അബ്സോർബ് ആകും, അതുകൊണ്ട് നമ്മുടെ കളർ റെഡ്യൂസ് ആകും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ആ പോഡ്കാസ്റ്റ് ഇതുവരെ എഡിറ്റ് ചെയ്തില്ല. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി തേഴ്സ്ഡേ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കണ്ടു നോക്കുക. ഒരുപാട് ഡൗട്ടിൻ്റെ ആൻസർ പുള്ളിക്കാരി പറയുന്നുണ്ട്. എൻ്റെ ഡെർമറ്റോളജിസ്റ്റാണ് കേട്ടോ. ഞാൻ എല്ലാം തന്നെ പുള്ളിക്കാരിയോട് ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ടു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക ലൂക്ക് വാം വാട്ടറിൽ. എന്നിട്ട് കുളിക്കുന്നതിന് മുന്നെയാണ് ഡെയിലി അതൊരു റൊട്ടീൻ പോലെ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കതൊരു ഹാബിറ്റായിട്ട് മാറും. അതിന് വേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടുപിടിക്കേണ്ട. അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ 15 to 20 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സ് നിങ്ങളുടെ അവൈലബിലിറ്റി ഓഫ് ടൈം അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത് കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ടാലേ നമുക്ക് ഫുൾ എഫക്റ്റ് കിട്ടത്തുള്ളൂ. അലോവേറ ജെല്ലോ എന്ത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഇടാം. ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറാണ് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ കുറേ നാളായിട്ട് ഇടുന്നത്. അലോവേറ ജെൽ ഇട്ടിട്ടും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. സോ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സീൽ ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു ഫെയർനെസ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് പുളിയാണ്, പിന്നെ നമ്മുടെ സാൻഡൽവുഡ് ചന്ദനമാണ്. ഓക്കെ, നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഈ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇത്രയും പുളി വേണ്ട. ആക്ച്വലി ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. കുറച്ച് പുളി മതി. ഈ പുളിയുടെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഈ സാധനമൊക്കെ കളയണം. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഞാൻ എന്നും ചന്ദനം അരയ്ക്കുന്നത് കൊണ്ട് ഓൾറെഡി ചന്ദനം അരച്ച പാടിവിടെ ഉണ്ട്. സോ അത് മൈൻഡ് ചെയ്യണ്ട. ഇത് ഒറിജിനൽ സാൻഡൽവുഡാണ്. ഓക്കെ, ഇത് മരുന്ന് കടയിൽ നിന്നും ചെറിയ ചെറിയ പീസസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നാട്ടുമരുന്ന് കട. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പുളി നമ്മൾ അലിയിച്ച വെള്ളമില്ലേ, അത് കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും തന്നെ വേണ്ട. എന്നിട്ട് ഈ സാൻഡൽവുഡില്ലേ നന്നായിട്ട് അതിൽ ഉരച്ചെടുക്കുക. ഓക്കെ, ഞാൻ ഉരച്ചെടുത്ത് കാണിച്ചു തരാം. ഇത്രയും ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര മതിയാകും ഒരാളുടെ ഫേസിലേക്ക് തേക്കാനായിട്ട്. ഓക്കെ, ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത്, ഇത് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യണമെന്നൊന്നുമില്ല, ബിക്കോസ് ഇതിനകത്ത് ഓയിലൊന്നുമില്ല. പുളി ഒരു ക്ലെൻസിങ് ഏജൻറ്റാണ്, ബ്ലീച്ചിങ് ഏജൻറ്റാണ്. ചന്ദനം നമ്മളുടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ഏജൻറ്റാണ്. പുളിയും സ്കിൻ ബ്രൈറ്റനിങ് ഏജൻറ്റാണ് കേട്ടോ. സോ ഇത് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് റോസ് വാട്ടറിൽ ഇടുന്ന ഒരു റോസ് വാട്ടർ ഈസ് ഓൾസോ എ ടോണർ, ബട്ട് റോസ് വാട്ടർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ടെർമറിൻ വന്നിട്ട് നിങ്ങൾക്ക് നോക്കാം, നല്ല ബ്ലീച്ചിങ് ഏജൻറ്റാണ്, നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ട്, കുറേ വിറ്റമിൻസ് അതിലുണ്ട്. യു ക്യാൻ ചെക്ക് ഇൻ ഗൂഗിൾ. ഓക്കെ, എല്ലാത്തിനും ഞാൻ തന്നെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല, നിങ്ങളും കുറച്ച് വർക്ക് ചെയ്യൂ. ഇത് നല്ലതാണ്. ഡെയിലി ഫേസിലിടുന്ന ടീനേജേഴ്സിന് ഇത് ആക്നെ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് കേട്ടോ. ആക്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആക്നെയുടെ സ്കാർസ് ഇല്ലാതാകാൻ, അല്ലെങ്കിൽ കുറച്ച് ഏജ് ആകുമ്പോൾ നമുക്ക് ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക്, മറുകുകൾ, സൺ ടാൻ എല്ലാം പോകാനായിട്ട് വളരെ നല്ല ഒരു സാധനം ആണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണേ. എന്താണെങ്കിലും നിങ്ങൾ റിസൾട്ട് പറഞ്ഞോളൂ. ഇതൊന്നും തന്നെ അലർജി ടെസ്റ്റ് നോക്കേണ്ട കാര്യമില്ല. പുളി എനിക്കറിയില്ല, നിങ്ങൾ നോക്കുക. പുളി ഒരു ഡയറക്റ്റ് ബ്ലീച്ചിങ് ഏജൻറ്റാണ്. ഓക്കെ, സോ ട്രൈ ദിസ് ആൻഡ് ടെൽ മീ. വാഷ് ചെയ്ത് കഴിഞ്ഞ് യു ക്യാൻ സീ ദ ഡിഫറൻസ് ഓൺ മൈ ഹാൻഡ്സ്. അപ്പോൾ ഫേസിൽ കൈയിൻ്റെ സ്കിൻ കുറച്ചുകൂടെ ഹാർഡാണ്. നമുക്ക് ഇത്രയും മാറ്റം കൈക്കുണ്ടാകുമ്പോൾ ഫേസിൽ എത്ര എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ പുളിയൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാം, കുറച്ചായിട്ട് എടുത്ത്. സോ ഇത് വൃത്തിയായിട്ട് നിങ്ങളിങ്ങനെ എടുത്തത് നീറ്റായിട്ടാണ്. യു ക്യാൻ യൂസ് ഇൻ യുവർ കറീസ് ഓൾസോ. സോ ഇത് ഞാൻ നാളെ എൻ്റെ കൂട്ടാനിലോ അല്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ച് എൻ്റെ സ്കിൻ കെയറിലോ ഒക്കെ ഉപയോഗിക്കും. ഓക്കെ, ജസ്റ്റ് ട്രൈ ദിസ്. ഇറ്റ് ഇസ് വെരി ഗുഡ് ആൻഡ് അമേസിങ് ഫേസ് പാക്ക്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് പാക്കിലേക്ക് റോസ് പെറ്റൽസ് ആണ്. റോസ് പെറ്റൽസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് സ്കിന്നിന്. നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ സ്വെല്ലിംഗ് ഉണ്ടാവത്തില്ലേ, ആ സ്വെല്ലിങ്ങിനെയൊക്കെ കളയാനായിട്ടും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആകാനായിട്ടും സ്കിന്നിലെ മാർക്കൊക്കെ പോകാനായിട്ടും ഒക്കെ ഈ ഒരു പാക്ക് സഹായിക്കും. റോസ് പെറ്റലിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നത് ഈ സോക്ക്ഡ് റൈസാണ്. ഇത് സോക്ക് ചെയ്ത റൈസാണ്. ഞാനൊരു 3-4 hours സോക്ക് ചെയ്തു. എന്ത് റൈസ് ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കോൺ സ്റ്റാർച്ച് ജെല്ലാണ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കി വെച്ചാൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. റോസ് പെറ്റൽസിനെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേക്ക് ഷുവർ റോസ് പെറ്റൽസ് നിങ്ങൾ വാഷ് ചെയ്തു. ഇതിൽ പുഴുവും അതും ഇതും ഒക്കെ കാണും കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺ സ്റ്റാർച്ച്, നമ്മൾ ആദ്യം തന്നെ കുറുക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ച് വെള്ളം അത്രയും തന്നെ ഞാൻ ഇടുവാണ്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഫ്ലാക്സ് സീഡ് ജെല്ലും കൂടെ ഞാൻ ഇടുവാണ് കേട്ടോ. ഓക്കെ, ദിസ് ഈസ് വെരി ഗുഡ് ഫോർ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്. ഇതെല്ലാം തന്നെ ഓക്കെ, മുഖത്തിൻ്റെ സ്വെല്ലിങ് പോകാനും മാർക്ക് പോകാനും എല്ലാത്തിനും. ഐ എം നോട്ട് വേസ്റ്റിംഗ് ഇറ്റ് ഫുൾ, ഐ എം ജസ്റ്റ് പോറിങ് ഓൺ ഇറ്റ്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്കിൻ കിട്ടും. നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. വെരി എസ്തെറ്റിക്കലി വി ഗോട്ട് എ പാക്ക്. നമുക്കിത് ഫേസിലിട്ട് നോക്കാം. ഓക്കെ, ഞാൻ കൈയാണ് കാണിക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ ഈ സാധനം ഇന്നിപ്പോൾ ഫേസിലിടാൻ പോകുന്നുണ്ട്. ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട്, ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ, മറ്റേതൊക്കെ ഞാൻ അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഞാൻ ഓൾറെഡി ഇടുന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ ഇതാണ് ഒരു 15 days ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഐ വിൽ പുട്ട്. നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് 3 ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാം കേട്ടോ, മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ. സോ യു ക്യാൻ പ്ലേസ് ദിസ് ഓൺ യുവർ ബ്യൂട്ടിഫുൾ ഫേസ്. ഈ റൈസും കോൺഫ്ലോറും റോസ് ഫ്ലവറും ഒക്കെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സ്വെല്ലിംഗ് ഇല്ലേ, നിറയെ പേർക്കും അത്ര വണ്ണമൊന്നും കാണത്തില്ല, പക്ഷേ ഫേസും ഒക്കെ സ്വെല്ലിംഗ് ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും ഉപയോഗിക്കാവുന്ന ഒരു സാധനം. ഈ പാക്കുകളെല്ലാം തന്നെ യു ക്യാൻ അപ്ലൈ ടു യുവർ ഫുൾ ബോഡി. ഐ എം അഗെയിൻ ടെല്ലിങ് യു, നോട്ട് യുവർ പ്രൈവറ്റ് പാർട്സ്. ഓക്കെ, അങ്ങനെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് ഇൻഫെക്ഷനായി അതായി ഇതായി എന്ന് പറയരുത്. പ്രൈവറ്റ് പാർട്ടിൽ ഇടാനുള്ളതല്ല, ഇത് സ്കിൻ കെയർ ആണ്. ഓക്കെ, നോട്ട് ഇൻറ്റിമേറ്റ് കെയർ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. നല്ലൊരു തിക്ക് പാക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ബ്രഷൊക്കെ വെച്ച് നന്നായിട്ടങ്ങ് പരട്ടി കൊടുക്കുക. വിൻ്റർ സമ്മറൊക്കെ അല്ലേ വരുന്നത്. സോ അതിനൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. യു ക്യാൻ ചെക്ക് ഇൻ യുവർ ഗൂഗിൾ, ഇൻ ദ ഗൂഗിൾ ലൈക്ക് വാട്ട്സ് ദ ബെനിഫിറ്റ്സ് ഓഫ് റോസ് പെറ്റൽ, റൈസ് വാട്ടർ, വാട്ട് ഈസ് ദിസ്, കോൺഫ്ലോർ, ഫ്ലാക്സ് സീഡ് ഓൺ ദ സ്കിൻ. സോ ഞാൻ തരുന്ന എല്ലാ പാക്കുകളുടെയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബിക്കോസ് എനിക്കൊരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഡോക്ടറിനെ കണ്ടു ഞാൻ ഈ പാക്കൊക്കെ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അലർജിക് ഹാബിറ്റ് അല്ലെ അലർജിക് ഇതുള്ള ആൾക്കാർ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ എല്ലാം സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ഈവൻ നിങ്ങളൊരു കോക്കനട്ട് ഓയിൽ ഫേസിൽ തേച്ചാൽ കൂടെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, 20 minutes കഴിഞ്ഞ് ലൂക്ക് വാട്ടറിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടുക. ദാറ്റ്സ് ഓൾ ടുഡേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ 5 ഫേസ് പാക്ക്. ഞാൻ 5 കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരെണ്ണം ജസ്റ്റ് കാണിച്ചിട്ട് പോയിട്ട് എനിക്ക് വേണേൽ കണ്ടൻറ്റിന് വേണ്ടി നീട്ടി വീഡിയോ എടുക്കുക. എനിക്കതിന് താല്പര്യമില്ല. ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഉപയോഗമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 5 കാണിക്കുന്നത്. ഇത് അടുത്ത ട്യൂസ്ഡേ ആയിരിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വരാൻ പോകുന്നത്. സോ ട്യൂസ്ഡേ വരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയാവുന്നതാണ്. ട്യൂസ്ഡേ വീഡിയോയിൽ പ്രീവിയസ് വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എല്ലാം തന്നെ നമുക്ക് അടിപൊളിയാക്കി കൊണ്ടുപോകാം. സോ നമ്മൾ 5 പാക്ക് നോക്കി. ഓക്കെ, ഇതെല്ലാം ഫെയർ സ്കിന്നിന് വേണ്ടിയും സ്കിൻ ഗ്ലോയിങ്ങിന് വേണ്ടിയും ബ്ലാക്ക് മാർക്ക് പോകുന്നതിന് വേണ്ടിയും ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയുമാണ്. സോ നിങ്ങളുടെ കയ്യിൽ മാർക്കുണ്ട്, റിങ്കിൾസ് ഉണ്ട്, ചുരുങ്ങിയ സ്കിന്നുണ്ട്, കഴുത്തിലുണ്ട് എന്നൊക്കെയാണെങ്കിൽ എന്ത് പാക്കി മുഖത്തിട്ടാലും അത് കഴുത്തിലും കൂടി ഇടണം കേട്ടോ. സോ കഴുത്തിലും നിങ്ങൾ ഇട്ട് നോക്കുക, കയ്യിലും ഇട്ട് നോക്കാം. കൈയുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ,
സോ ഇട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നാണല്ലോ പറയുക. നമ്മളിപ്പോൾ ഈ 5 പാക്ക് കണ്ടില്ലേ, ഈ 5 പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയുക. ഉറപ്പായിട്ടും 15 to 20 ഡേയ്സ് 15 to 20 മിനിറ്റ്സ് ആൻഡ് 15 to 20 ഡേയ്സ് ഉറപ്പായിട്ടും ഇട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു ദിവസം ഇട്ടത് കൊണ്ട് റിസൾട്ട് കിട്ടണം എന്നില്ല. നിങ്ങൾക്ക് ഈ 5 പാക്കിൽ തന്നെ ഈച്ച് 15 ഡേയ്സ് നിങ്ങൾക്ക് ഷഫിൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് എല്ലാ പാക്കുകളും ഉപയോഗിക്കുക. ഇതെല്ലാം തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പാക്കുകളാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെടും. ഇത് ആൻറ്റി ഏജിങ്, സ്കിൻ ഫെയർനെസ്, സ്കിൻ ഗ്ലോ, ആക്നെ പ്രിവെൻറ്റിങ്, ആക്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ആക്നെ മാർക്സ് പ്രിവെൻഷൻ എല്ലാമാണ് കേട്ടോ. സോ നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയുക, നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് വഴി എഴുതി അറിയിക്കുക. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റുമാണ് എനിക്ക് ഒരു എന്താ പറയണ്ടേ, എന്നെ ഹാപ്പി ആക്കുന്നത്. ഓക്കെ, എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയത് വളരെ സന്തോഷം. ആൻഡ് ഹാപ്പി ഫോർ യു ഓൾ ബീയിങ് വിത്ത് മീ ആൻഡ് ദിസ് മച്ച് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് കമൻറ്റ്സ്, വ്യൂസ് ടു മൈ വീഡിയോ.